ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സാധനം കണ്ടോ, അൺബോക്സിംഗ് ആണ്. കാത്തിരുന്ന് കിട്ടിയൊരു സാധനം. പക്ഷേ ഇതിൽ പറ്റിപ്പോയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കുഞ്ഞുമണീൻ്റെ പിറന്നാളിന് അവൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഓർഡർ ചെയ്തിരുന്നത്. പക്ഷെ എന്താണെന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ, അത് കുറച്ച് നേരത്തെ കിട്ടി നമുക്ക്. അപ്പോൾ പിന്നെ ഞങ്ങളിത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ട, അവർ വളരെ എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. എന്താണ് ഏതാണെന്ന് ആർക്കും അറിയില്ല. ഓർഡർ ചെയ്ത് ഈ പൊളിക്കുന്ന ഇവർ മാത്രമേ അറിയുള്ളൂ. പക്ഷെ നല്ല വെറുത്ത സാധനമായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഈ സാധനം അവന് ഞങ്ങളിങ്ങനെ ഹോട്ടലിൽ വല്ല ഫുഡ് കോർട്ടിലൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കുട്ടികൾക്കുള്ള ചെറിയ പോർഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഇരുന്ന് ഇവന് കളിക്കുമായിരുന്നു. അങ്ങനെ കളിക്കുമ്പോൾ അവനത് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പം പിന്നെ ഞങ്ങൾ ഇവൻ വിചാരിച്ചു, സൈഡറായിരുന്നു കേട്ടോ വന്നത്, കുറച്ച് നേരത്തെ. പക്ഷെ നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ. വീഡിയോ അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് പറിച്ചിലോ കാര്യങ്ങളോ ഒന്നുമല്ല. അങ്ങനെ എനിക്ക് പറഞ്ഞില്ല. കാരണം അവന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവനിങ്ങനെ സ്ലൈഡിൽ കയറി ഇങ്ങനെ ഇറങ്ങുന്നത് ഇതൊക്കെ പക്ഷെ നല്ല വെറുത്തുള്ളൊരു സാധനമായിരുന്നു. ചെറുതിലെ അവന് നടക്കാൻ തുടങ്ങിയ ടൈം മുതൽ അവൻ ഇങ്ങനത്തേലൊക്കെ ഇച്ചിരി കുസൃതിയും കമ്പവും കൂടുതലായിരുന്നു. അങ്ങനെ മേടിച്ച സാധനമായിരുന്നു അത്. വളരെ വെർത്തായിട്ടുള്ളൊരു സാധനം. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, നമുക്ക് വരുന്ന സാധനങ്ങൾ നമ്മൾ മീഷോയിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാട്ടോ. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ നമ്മൾ മേടിക്കുമ്പോൾ ചില സാധനങ്ങളൊന്നും നമുക്കത്ര ആ എമൗണ്ടിന് വെർത്തായിട്ട് തോന്നിക്കൊള്ളുന്നില്ല. പക്ഷെ ഇത് ഇവന് വളരെയധികം ഇഷ്ടപ്പെട്ടു. കണ്ടോ, അവൻ ചാടി ഇറങ്ങി. എന്താ സംഗതി കണ്ടപ്പം തന്നെ അവൻ പറയുന്നുണ്ട്, സ്ലൈഡ് എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയതാണ്. പിന്നെ അത് ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ സെറ്റ് ചെയ്തു. അതിൻ്റെ അടുത്തൊരു ബോൾ ഉണ്ടായിരുന്നു, ആ ബോൾ വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്ക്രൂ ഒക്കെ വെച്ചിട്ടാണ് അത് റെഡിയാക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ട് മീൻസ് അങ്ങനെയല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെങ്ങനെ ഫിറ്റ് ചെയ്യണം, ഏതൊക്കെ ആംഗിളിൽ ഫിറ്റ് ചെയ്യണം, സ്റ്റെപ്പ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ അവൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചതായിരുന്നു. നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് അഫോർഡബിളായിട്ട് മേടിക്കാൻ പറ്റും. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പം പാർക്കിലൊക്കെ പോകുമ്പോൾ ഇതുണ്ടാകും. പക്ഷെ പാർക്കിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ അതിൽ കുറേ പിള്ളേരുണ്ടാകുമ്പോൾ കളിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഒരാൾ കയറി ഇറങ്ങി അടുത്ത ആൾ കയറുമ്പോഴത്തേക്ക് അവർക്കതിൻ്റെ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഇതിൽ വെച്ച് മേടിച്ചതായിരുന്നു. പക്ഷെ നല്ല കളർ കോംബോ ആയിരുന്നു കേട്ടോ. നല്ല പ്ലാസ്റ്റിക് ആയിരുന്നു സെറ്റ്. നമുക്കിത് ഇതേപോലെ തന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരിയിട്ട് എടുത്ത് വെക്കാവുന്നതാണ്. വീണ്ടും അത് നമുക്ക് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഇപ്പം ഒത്തിരി എന്താ പറയുക, എഫേർട്ട് എടുത്തിട്ട് ചെയ്യേണ്ട ഇതൊന്നുമില്ല. നമുക്ക് കുറഞ്ഞ സ്ഥലത്തുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. വളരെ നല്ല രീതിയിലുള്ളൊരു സാധനം. അവന് ഇഷ്ടപ്പെടേണ്ട, അവൻ തന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ഇതൊട്ടിക്കുക അതൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എടുത്തു കൊടുത്തിരുന്നു. അപ്പം പിന്നെ അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഇത് മേടിച്ച് യൂസ് ചെയ്യുന്നതൊക്കെ ഇതൊരു അൺബോക്സ് ചെയ്യുക ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ബൈ ബൈ, സി യു. മറ്റു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.